മാറിക്കോ കങ്ങാടീന്ന്. അല്ലോ വെള്ള തേക്കോ? ഹലോ, ആ അശോക ബേക്കറി ആണോ? ആ അവിടെ ലഡു ഉണ്ടോ? അപ്പോഴേ ഒരു ഒരു 1 കിലോ ലഡു എടുത്തു വെച്ചേക്ക്, ഞാനിപ്പോൾ വരാം. ശരി ശരി. നിങ്ങളെവിടെ പോവുക? ഞാൻ പോവല്ലോ, വരികയല്ലോ. ഇവർക്ക് മുനിസിപ്പാലിറ്റിയിലെ ഒരു സ്കെച്ചിന്റെ പേപ്പർ റെഡിയാക്കാനുണ്ട്. അങ്ങനെ എങ്ങോട്ടാ? ഞാന് രമണിയച്ചിന്റെ അടുത്തേക്ക്. എന്താ പാത്രത്തില്? അതോ എന്ത്? ഒന്നുമില്ല. സാധാരണ നിങ്ങൾ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കൊണ്ടുത്തരുന്ന ആള് ഇപ്പൊ ഒളിപ്പിച്ചൊക്കെ കളിക്കുന്ന എന്തോ കാര്യമായിട്ടുണ്ട്. അല്ല അത് പിന്നെ ഞാൻ അങ്ങോട്ട് അല്ല, എന്താന്നറിയണ്ടേ? ഇതോ? ഇതൊരു കാലിപ്പാത്രം. കാലിപ്പാത്രം എന്തായാലും നിങ്ങൾ ഒളിപ്പിച്ച് വെക്കൂലെന്ന് എനിക്കറിയാം. തുറക്കല്ലേ ജോണിക്കുട്ടി. ഇത് ലഡു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മാജിക് അറിയാം കാലിപ്പാത്രത്തിൽ ലഡു ഒക്കെ വരുത്താനല്ലേ? എന്നാ പിന്നെ ഇത് ഞാൻ തിന്നല്ലേ ജോണിക്കുട്ടി? അത് തിന്നാൻ പാടില്ല. ജോണിക്കുട്ടി തിരികെ തിന്നാൻ പാടില്ല. എന്താ ഞാൻ തിന്നാൻ പാടില്ലാത്ത? അത് ഷുഗർ വരൂലേ ലഡു തിന്നാൽ? ഇതൊന്നും അറിയില്ല. അല്ലെങ്കിലും ഞാൻ മധുരം കുറെ കാലമായിട്ട് കഴിക്കലില്ല. പക്ഷെ എനിക്കിപ്പോ ആകെപ്പാടെ സങ്കടമുള്ളതെന്നേ ഉള്ളൂ. നിങ്ങൾ പൊതുവെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുത്തരുന്ന സൈനത്താ. ഇന്നിപ്പോ ഞാൻ പിടിച്ചു വാങ്ങിയിട്ട് അത് തരാൻ മടിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം ഇല്ലാണ്ടില്ല. അല്ല അതെന്തറിയോ, ഈ ലഡു കൊള്ളൂല. അയ്യ, അപ്പൊ നിങ്ങൾ ആ കൊണ്ട കൊടുക്കുന്നവർക്കൊന്നും ഷുഗറും പ്രശ്നമൊന്നും ഇല്ല. അങ്ങോട്ട്. ഓ, നിങ്ങൾ അങ്ങോട്ട് തന്നെ, ഞാൻ ഇങ്ങോട്ടും. അല്ല സൈനത്തല്ലേ പോയെ? ഇപ്പൊ തന്നെയല്ലേ പോയ? എനക്കെന്താ ഒരു സംശയം, ഇതെന്താ ഏടുന്ന വരുന്ന? ജോണിക്കുട്ടിയേട്ടാ ഒന്നുമില്ല ജോണിക്കുട്ടിയേട്ടാ. ഗുരുവായൂരപ്പ മുത്തപ്പ അയ്യപ്പ സ്വാമി, എല്ലാത്തിനും നീ തന്നെ വേണമേ. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളോടും പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിൻ്റെ കാലം വരെയായിട്ട് ഒന്നും ചെയ്തില്ലല്ലോ ഇല്ലേ? നിങ്ങളോട് ഞാൻ എന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളോട് പൊറുക്കണം. നിങ്ങളൊരു അനിയൻകുട്ടനായിട്ട്, അല്ല പപ്പപ്പിള്ളയായിട്ട് അനിയൻകുട്ടനായിട്ട് എന്നെ കണ്ട് പൊറുക്കുക. കാല് പിടിക്കല്ലേ? കാല് പിടിച്ച് നിലത്തടിക്കാനുള്ള ഒരുപാട് എനിക്കെന്താ പറ്റി? ഒന്നുമില്ല ജോണിക്കുട്ടാ, നിങ്ങളിത് കഴിക്ക്. എടാ ഞാൻ മധുരം കഴിക്കില്ല, എനിക്കറിയില്ലേ. ഇത് മധുരല്ല, ഇതിന്റെ പശ്ചാത്താപാ. ഇതോ? ഇത് കപ്പ് കേക്ക് ആണ്. ഇതിന്റെ പേര് പശ്ചാത്താപം എപ്പോ മാറ്റി? കപ്പ് കേക്ക് ആണ് ഇന്റെ പശ്ചാത്താപം. നിങ്ങൾക്ക് കപ്പ് കേക്ക് കഴിച്ചോളി. കഴിക്ക്. ഇത് ഞാൻ കഴിച്ചോണ്ട് എന്തെങ്കിലും നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷല്ലേ, നല്ലതല്ലേ? നിങ്ങൾക്ക് റോഡുമെന്ന് ആരെങ്കിലും ഇതുപോലെ കക്കേക്ക് തന്നിക്കോ? ഇല്ലില്ല, ആദ്യമല്ല. സന്തോഷത്തോടെ സന്തോഷത്തോടു കൂടിയാ കഴിച്ചു. സന്തോഷത്തോടെയാണല്ലോ. ആടാ, നല്ല സന്തോഷം ഉണ്ടല്ലോ കഴിച്ചിട്ട്. പപ്പ് പിള്ള സന്തോഷവും സ്നേഹവും റോമാഞ്ചിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ട്. അടച്ചവനെ, ഒരാഴ്ചനെ കൊണ്ട് ലക്ഷപ്രഭു. ഒന്നുമില്ല, നിങ്ങൾ കഴിച്ചോളി. ഞാൻ പോട്ടെന്നാല്. നീ പോയിക്കോ, വെയില് കൊള്ളാണ്ട് പോണം. അത്ര പന്തി തോന്നില്ല. ഒരാള് പാത്രത്തിലുള്ളത് തരുന്നില്ല, തൊടിയിക്കുന്നില്ല. വേറത്തെ നിർബന്ധിച്ച് പിടിച്ചു വെച്ച് കഴിപ്പിക്കുന്നു. എന്തോ ഒരു പന്തികേടില്ലാണ്ടില്ല ഇവിടെ. ഒരു പലഹാര പ്രശ്നം ഇവിടെ കലഹാൻ പോകുന്നുണ്ട്. രമണേച്ചി, ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇത്? ലഡു? എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ മധുരമുള്ളൊക്കെ കൊടുക്കുന്നത് രസമല്ലേ? കഴിച്ചോളൂ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മൾ അശോക് ബേക്കറിന്നാ. ഒന്നുകൂടെ തരട്ടെ? ഇത് തിന്നട്ടെ, ഇത് മതി. അല്ല കഴിക്കേ, എനിക്ക് ഷുഗറാണേ. അല്ല
അതൊന്നും പ്രശ്നമല്ല. വല്ലപ്പോഴും ഒരു ലഡു കഴിച്ചു വെച്ചിട്ട് ഷുഗർ ഒന്നും കൂടാൻ പോകുന്നില്ല. ഒന്നും കൂടി കഴിക്കണേ മണിച്ചേ. ഷുഗർ വരികയാവോ? ആ സൈന്യോ നീ എന്തെങ്കിലും വരാണ്ട് പോന്നേ? അല്ല വരിക. വാ, ഈ എവിടിക്കാ? ഞാൻ ഒന്നിങ്ങനെ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. ഒരു ലഡു തിന്നോ? അയ്യോ ലഡു വേണ്ട, ലഡു വേണ്ട. അയ്യോ എനിക്ക് വേണ്ട. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതാ. അല്ലെ, വീട്ടിൽ നിന്ന് കഴിച്ചതാ. വേണ്ട, കഴിക്കേ. നല്ല മധുരണ്ട്. നല്ല ഗീ ലഡുവാ. എന്നാ കഴിക്കട്ടോ. ഞാനെന്നാ പിന്നെ നിക്ക് ഞാനും കൂടെ ഉണ്ട്. ഇപ്പൊ വരാം. രമണേച്ചി ഹാപ്പി അല്ലേ? അതെ സന്തോഷായിട്ടല്ലേ ലഡു കഴിക്കുന്നത്? സന്തോഷത്തോടെ അല്ലാണ്ട് ഇതിപ്പോ കരഞ്ഞുകൊണ്ടായിരുന്നു ലഡു തന്നെയാണോ സീമേ? അതറിഞ്ഞാ മതി. ഹാപ്പി ആണല്ലോ അല്ലേ? ആ ഹാപ്പിയാണ്. ഇത്ര അറിഞ്ഞാ മതി. എന്നാ നമുക്ക് പോവാ. എന്തായി പാത്രത്തിൽ? അത് തന്നെ. എന്താ ഉദ്ദേശം? നിങ്ങൾക്ക് വന്നല്ലേ? നിനക്കും വന്നില്ലേ? നിങ്ങളിപ്പോ എങ്ങോട്ടാ? ഞാൻ പ്രഭിച്ചയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചടന്നതല്ലേ? പ്രഭിച്ചയ്ക്ക്? ഞാനും പ്രഭിച്ചയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെന്തേ ആള് മാറിപ്പോയത്? കഴിഞ്ഞ ദിവസം ഞാൻ അമ്മേനോട് ഒരു 3000 കടം ചോദിച്ചതാ. ഇല്ലാന്ന്. അന്നേരോ? അപ്പൊ പിന്നെ ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചു. സന്തോഷിപ്പിക്കാന്ന് വിചാരിച്ചില്ലേ? അയ്യോ അതല്ല, എന്നാലും ഞാൻ ചോദിക്കട്ടെ, അണക്ക് എനിക്ക് എങ്ങനെ ഒരുപോലെ ഇത് വന്നത്? കാരണം എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് ആണേ വന്നത്. എനിക്ക് പേഴ്സണൽ മെസ്സേജാ വന്നത്. പ്രകാശം ഗ്രൂപ്പ്. എന്താലേ വേഗം കിട്ടിയേക്കില്ലേ സന്തോഷം? പിന്നല്ലാണ്ട്. എന്തൊക്കെ എന്താ മെസ്സേജ് വന്നോന്ന് പറയും. അതായത് നമ്മൾ ഈ സീഡ്സ്, അതായത് നമ്മളെ ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ നമ്മൾ കൊടുക്കുക, ഓരെ സന്തോഷിപ്പിക്കാം. കറക്റ്റ്. അത് കൊടുത്ത് ഓർക്ക് ഇങ്ങനെ സന്തോഷം ഇങ്ങനെ വരുംതോറും നമുക്ക് ഇങ്ങനെ ഐശ്വര്യം സമ്പൽ സമൃദ്ധിയും എല്ലാം ഇങ്ങനെ വരും. ഓരോ കാര്യം അധോഗതി. എനിക്ക് വയ്യ. അതാ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പൊ ഇനി എഴുതി തുടങ്ങിയോ? ഇല്ല, ഞാൻ 50 എഴുതിയപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്ന്. അപ്പൊ പിന്നെ ബാക്കി പോയിട്ട് വേണം എഴുതാൻ. ഇടി 100 തികക്കണില്ലേ? സന്തോഷം കുറയൂ. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തെന്നാവളെ? അതല്ല ഞാൻ ചോദിക്കട്ടെ, ബേക്കറിന്റെ പേര് വന്നില്ലായിരുന്നു? അശോക് ബേക്കറി. അത് ഞാൻ അമ്മ എടുക്കാന്ന് എനിക്ക് ആത്മാർത്ഥത നോക്ക്. നമ്മൾ ഏതെങ്കിലും നാട്ടിലാർക്ക് ഇത്ര ആത്മാർത്ഥം ഉണ്ടോ? നമ്മള് പൈസക്കാരാണെന്ന് ഇല്ല. ഒരു എഴുതിയത് കണ്ടില്ലേ? സ്വീറ്റ്സ് വാങ്ങണമെങ്കിൽ അശോക് ബേക്കറി ഫോൺ നമ്പർ. അത് വാങ്ങിയാനെ കൊണ്ടാട്ടോ. ഇനി എവിടെ വാങ്ങിയ? അവിടെ തന്നെ. ഞാനും അവിടെ തന്നെ. അയ്യോ എനിക്ക് വയ്യ. അപ്പം ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കും, ഇങ്ങനെ കൊടുത്ത് എങ്ങനെയെങ്കിലും ഉള്ള സന്തോഷം പിടിച്ചു വാങ്ങിയ ഞാൻ ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു വെലസ് ഓൾ ഈ കോഴിക്കോട്ടങ്ങാടിയിൽ വിൽക്കാറോ? പ്രഭുചേച്ചിയെ, ഓ നിങ്ങളെന്താക്ക? ഞാൻ കറി വെക്കാൻ വേണ്ടിട്ട്. അല്ല ഇതാരെ ആങ്ങളിട്ട് വന്നിനിയാ? ആങ്ങളെ വന്നൊന്നല്ല, ഇത് ഞാൻ നിങ്ങക്ക് പ്രത്യേകം വാങ്ങിയല്ലേ. എനിക്കോ? ഞാൻ കേൾക്കുന്നില്ല രമ്യ. ഇത് സാധാരണ കേക്കല്ല, ഇത് സ്പെഷ്യൽ ആയിട്ട് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ വാനില ക്രീം ഒക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ്. എനിക്ക് ഇതിന്റെ ടേസ്റ്റ് പറ്റൂല, അതുകൊണ്ട് ഞാൻ തിന്നില്ല. നമുക്ക് എരിവുള്ള എന്താ വാങ്ങിച്ചാ പോരേനെയോ? ചേച്ചേ, എരിവൊക്കെ തിന്നിട്ട് ഞങ്ങളെ മുഖം ഇങ്ങനെ കറുത്തിട്ടും പിന്നെ ഇവിടെയൊക്കെ കുരു വന്നേ. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് കഴിച്ചാൽ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ വേറെ ലെവലായിട്ട്. ഈ കറുത്തത് പറയണ്ട, കുരു വന്ന് പറഞ്ഞട്ടോ. അല്ല, ഞാൻ പറഞ്ഞതാ. പിന്നെ വെയിലൊക്കെ കൊള്ളൂലേ, അതൊക്കെ ഇതിൽ നിന്ന് മാറൂ. കേൾക്കുന്നു? അങ്ങനെ ഞാൻ സ്പെഷ്യൽ പറഞ്ഞുണ്ടാക്കി ചെയ്യാ. ഒരാഴ്ച ഇതൊന്ന് കഴിച്ചു നോക്ക്. പ്രഭിച്ചേനെ കാണുമ്പോ ലഡു ആദ്യം ഞാൻ കൊടുക്കേ. അയ്യോ അങ്ങനെ പറയല്ലോ സീമേ. കാരണം എന്താ വെച്ചാൽ ഈ രമണീച്ചയ്ക്ക് ലഡു കൊടുത്തിട്ട് മാക്സിമം സന്തോഷവും മറ്റേ പൈസയൊക്കെ കണക്ക് ഇപ്പൊ കുറച്ച് കിട്ടി. പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ലടി. എനിക്ക് കൊടുക്കണോ? ഞാൻ തന്നെ കൊടുക്കും. എന്നാലേ വേണ്ട പ്ലീസ്. ഒന്നാമത് എനിക്കറിയില്ല, ഓളോട് ചെറിയൊരു മുൻ വൈരാഗ്യമുണ്ട്. അപ്പൊ അത് കൊടുത്ത് ഓളെ സന്തോഷിപ്പിച്ചിട്ട് വേണം എനിക്കിതൊക്കെ കിട്ടാൻ. അതാണ് ഈ പൂവും കൂടെ കൊടുത്താലോ? കൂടിയോ? ഇടി അതിൽ എഴുതാത്ത ഒന്നും നമ്മൾ ചെയ്യരുത്, അത് നമുക്ക് ദോഷം ചെയ്യും. അതിലിത് എഴുതിയിട്ടുണ്ടോ പൂ കൊടുക്കണം? ചാടിക്കളി. അവസാനം പേരും പൈസയും ഒന്നും കിട്ടാൻ ഞാൻ പൂവും തലയിൽ വെച്ച് പ്രാന്തത്തിന്റെ തൊട്ട് നടക്കേണ്ടി വരും. ഇവരെന്താ കാണിക്കുന്ന? പോയി പഠിക്കടി. കൊടുക്കരുത്. കൊടുക്കണ്ട. അത്ര തന്നെ. ഇത് പിടിച്ച കണ്ടോ?
കേക്ക് അല്ല കഴിക്കേണ്ടത്, പ്രഭി ചെന്ന് കഴിക്കാനുള്ളത് ലഡുവാണ്. അയ്യാ കേക്ക് തന്നെ കഴിച്ചാ മതി, ഇതാ നല്ലത്. അല്ലല്ലല്ല. എന്റെ പൊന്നു പ്രഭിജ, ഞാൻ പ്രഭിജയ്ക്ക് വേണ്ടിട്ട് നല്ല കടല മാവിൽ നെയ്യ് ഒഴിച്ച് ചൂടോടെ ഉരുട്ടിയെടുത്ത ലഡുവാണ് കഴിക്കും. അയ്യാടാ നെയ്യിൽ തന്നെയാ ലഡു ഒക്കെ ഉണ്ടാക്കുക. നെയ്യിലെന്ന് പറഞ്ഞാൽ ഞാൻ വെണ്ണയില ഉണ്ടാക്കി. ഞാൻ ഒന്ന് നിർത്തോ. എന്താ സംഭവം? നിങ്ങളെല്ലാം ഇലക്ഷന് നിൽക്കുന്നുണ്ടോ? അതല്ല, സന്തോഷം ആഗ്രഹിക്കാത്ത ആരുണ്ട് നമ്മൾ കേൾക്കാറില്ലേ പരസ്യം? അതുപോലെ ഞങ്ങൾ ഇന്ന് പ്രഭിജനെ അങ്ങോട്ട് സന്തോഷിപ്പിക്കാന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ്, അല്ല നിങ്ങൾ എത്ര ദിവസത്തേക്കാ പ്രഭുചേച്ചിനെ സന്തോഷിപ്പിക്കുന്നത്? ഒരാഴ്ചത്തേക്ക്. ഒരാഴ്ചത്തേക്ക്. നിങ്ങള് രണ്ടാളും? അപ്പൊ ഒരാഴ്ചത്തേക്ക് പ്രഭുചേച്ചിനെ സന്തോഷിപ്പിക്കാനാണ് നിങ്ങൾ വന്നത്? അതെ അതെ, സന്തോഷിക്കും. ഇനി ആരോ എന്താ പറയാ, അയ്യോ എന്റെ പൊന്നു രമ്യ, ഒരാഴ്ച ഇതിന്റെ ഉള്ളിൽ ഞാൻ പനിച്ചു തുള്ളി കിടന്നപ്പോ ഈ മുറ്റത്തല്ലേനോ അന്നെ ഞാൻ കണ്ടില്ല ഒരു ഇറുക്ക് വെള്ളത്തിന്. നിങ്ങൾ രണ്ടാളും ഞാൻ കണ്ടില്ല. അതന്നെ അതന്നെ, അന്നത്തെ സങ്കടം തീർക്കാനാണ് ഞാൻ ഇല്ലെടുക്ക കൊണ്ടുവരുന്നത്. തിരിച്ചോണ്ട് കഴിക്കാൻ കിടക്കുന്നത് വേദനിപ്പിച്ച് കഴിക്കും. സജിയെ അപ്പോട്ടാ, എനക്ക് എന്നോട് എന്താ ദേഷ്യം ഉണ്ടടാ? എന്ത് ദേഷ്യോ? ഇല്ല, ഒരു ദേഷ്യമല്ല. എന്തിനു ദേഷ്യം വരണോ? ശരിക്കും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എന്റെ ചേട്ടത്തോട് ഒറ്റയടി വന്നിട്ട് ചിലക്കാണ്ട് പോടെ നായിഞ്ച മോനാ പറയണ്ടേ. പപ്പേട്ടാ, നിങ്ങൾ നമ്മളെ നാടിന്റെ ചങ്കല്ലേ? അല്ല അങ്ങനല്ല, എനക്ക് എന്നോട് ദേഷ്യം ഒന്നും ഇല്ലാലോ. ഒരു ദേഷ്യമില്ല. എന്റെ കാലം ഒന്ന് പിടിച്ചോട്ടെ. എന്താണ്? ഒരു കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അങ്ങനെയല്ല, ഞാൻ എന്താണെന്നറിയോ, എന്നെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പണ്ട് എന്നോട് മറ്റേ കഞ്ചാവിന്റെ കാര്യമൊക്കെ പറഞ്ഞ് കുറെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി. അതൊക്കെ പഴയ കാര്യമൊക്കെ ഓർത്തിക്കുന്നത്. അങ്ങനത്തെ ഒരു ദേഷ്യം ഒരു ദേഷ്യമില്ലല്ലോ. എന്നാ ഇനി പിന്നെ ഈ കപ്പ് കേക്ക് ഒന്ന് കഴിക്കി. ഇപ്പൊ വേണ്ട, ഞാനിപ്പോ ജസ്റ്റ് ചായ കുടിച്ചു. ചായക്ക് കടി കൂട്ടീനോ? കൂട്ടിയാ? കുടിയല്ല കടി. കടി കുട്ടിയല്ലേ? എന്നാലും കഴിച്ചോ ഒരു കഷ്ണം. നമുക്ക് ആഫാക്കാം. അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് ഷുഗർ തരാറുണ്ട്. പിന്നെ പോരാത്ത ഓപ്പോസിറ്റ് അടിക്കും. ഇതൊക്കെ കഴിക്കാന്നാ ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ ഇനി കഴിക്ക്. എന്താ നിങ്ങൾക്ക് പറ്റിയേ? ഇനി കഴിക്ക്. ഇഷ്ടായോ? എനിക്ക് എന്നോടൊരു ദേഷ്യമില്ലല്ലോ. ഒരു ദേഷ്യമില്ലാന്ന്. അച്ഛനാണേ? അച്ഛനാണ് അമ്മയാണ്. ആണോ? ആയിക്കോട്ടെ, എനിക്ക് അത് മതിയടാ. എന്നാ ഇങ്ങി വിട്ടോ, അത് നടന്ന് തിന്നോ. ഓക്കെ അല്ലേ? ഹലോ, എന്താ പരിപാടി? എന്താ പരിപാടി? അല്ല വല്ലാണ്ട് എല്ലാരും ഇങ്ങനെ മധുരം തീറ്റിച്ച് നടക്കുന്നുണ്ടല്ലോ. അല്ല, എന്തോ ഒരു ഗൂഢ ഉദ്ദേശം ഇതിന്റെ ഉള്ളിൽ ഇല്ലാണ്ട് നീ പണി ചെയ്യൂലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നേരാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ നമുക്ക് നല്ലോണം പോവാ. ഓനൊക്കെ പോയി. എന്റെ ഉടായ്പ എന്താന്ന് ഇപ്പൊ പറയണോ? കാരണം ഇനി എനിക്ക് നല്ല സംശയമുണ്ട്, ഇനി എന്തോ ഒരു മയക്കുമരുന്ന് ഇതിൽ കലർത്തിയിട്ടാണോ ജനങ്ങൾക്ക് മുഴുവൻ കൊടുത്തോണ്ട്. അമ്മോ, ഞാൻ അങ്ങനെ നിങ്ങൾ പറയരുത്. മയക്കുമരുന്ന് കലർത്തി ഞാൻ കൊടുക്കാനോ? പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ് തെങ്ങിന്റെ മുകളിൽ കെട്ടിയിട്ട് അടിയിട്ടു. അയ്യോ ജോണിക്കുട്ടേട്ടാ, അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യരുത്. ഞാൻ നിങ്ങളോടായിട്ട് അതിന്റെ ഒരു രഹസ്യം ഞാൻ എന്നോടായിട്ട് പറഞ്ഞാൽ മതി. അതായത് ഞാനും നമ്മളെ ബേക്കറിന് അടുത്തുനിന്ന് അശോകേട്ടുണ്ടല്ലോ, മൂപ്പരായിട്ടുള്ള ഒരു കരാറാ. കരാറോ? ഇതാരോ? ഇങ്ങനെ നിങ്ങളും ഞാനും തമ്മിൽ വലിയൊരു ബന്ധമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പീടികയിൽ വന്നിട്ട് ഒരു മുട്ടായി ചോദിച്ചാൽ പോലും നിങ്ങൾ കടം തരില്ല. അങ്ങനത്തെ നിങ്ങൾ എന്തിനെങ്കിൽ ഇപ്പോൾ ഒരു മദ്യസൽക്കാരം നടത്തുന്നത്? അതെ, ഞാൻ 5-8 കൊല്ലം ഗൾഫിൽ പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി നാട്ടിൽ വന്ന് പെണ്ണുങ്ങളെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് കുറേ അഡ്വാൻസ് കൊടുത്ത് ഫർണിച്ചർ ഉണ്ടാക്കി സാധനം ഇറക്കി എല്ലാം കൂടി കണ്ടമാനം പൈസ ഇവിടെ ഇറക്കി ഈ ബേക്കറിക്ക് വേണ്ടി. 10 ഉറുപ്പ്യൻ്റെ കച്ചവടം അവിടെ നടക്കുന്നില്ല. എങ്ങനെയാ കച്ചവടം ഉണ്ടാകുക? ഒരിക്കലും കച്ചവടം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊന്നും നമ്മളെ അങ്ങാടിയിൽ നിന്നൊന്നും വാങ്ങൂല. ഓരൊക്കെ ടൗണിൽ പോയിട്ടാ വാങ്ങുക. അവിടെയൊക്കെയാണല്ലോ ബ്രാൻഡഡ് ഉണ്ടാകുക. ഓൾക്ക് അങ്ങനെയാണ്. പിന്നെ ഓൺലൈനിൽ കൂടെയൊക്കെ പർച്ചേസ് ചെയ്യല്ലേ, പിന്നെ നമ്മളെ നാട്ടിൽ കച്ചവടം ഉണ്ടാകുമോ? അതല്ല ഇപ്പം വിഷയം. ഇതിലിപ്പോൾ ഇന്നപ്പോൾ ഇവിടെ വിളിച്ചിരുത്തി എന്തിനാന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ല അപ്പുള്ള എങ്ങനെയെങ്കിലും കുറച്ച് കച്ചവടം ഉണ്ടായിത്തരണം. ഞാൻ കച്ചവടം ഉണ്ടായിത്തരാനോ? അല്ല അപ്പുള്ള എന്തെങ്കിലും ഉടായ്പിലൂടെയൊക്കെ നിങ്ങളിപ്പോൾ ഈ കള്ള് വാങ്ങിത്തതിനെ കൊണ്ട് ഞാൻ നിങ്ങളെ അച്ഛനെ വിളിക്കുന്നില്ല. നിങ്ങളെന്താ ഈ ഉടായ്പ എന്ന് പറയുന്നത്? കുറെ ആൾക്കാർ പറയും ഞാൻ ഉടായ്പ. ഞാനെന്ത് ഉടായ്പ ചെയ്ത്? നല്ല കാര്യമല്ല ഈ നാട്ടിലൊക്കെ ചെയ്ത്. അല്ല അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിപരമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട്
അങ്ങനെ 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 ഞാൻ ഉദ്ദേശിച്ചു ഞാനത് അതൊക്കെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നീക്കാം. പക്ഷേ നിങ്ങൾ എന്നോട് പൂർണ്ണമായിട്ട് സഹകരിക്കേണ്ടി വരും. എനിക്കെന്താ അതിൽ ലാഭം ഉണ്ടാകുക അത് പറ. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിനൊരു കൃത്യത വേണം, കറക്റ്റ് കൃത്യത. അതായത് ഒരണ പൈസ കുറയാണ്ടുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. അത് ഞാൻ ചെയ്യൂ. ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം, നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. അതായത് നിങ്ങളെ കടയിൽ നിന്ന് ഒരു ലഡു അല്ലെങ്കിൽ ഒരു കേക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ പോവുകയാണെങ്കിൽ അതിലെല്ലാത്തുനിന്ന് ഓരോ ഉറുപ്പ്യ വെച്ചിട്ടെങ്കിൽ തരണം. അല്ല അതിപ്പോ ഓരോ ഉറുപ്പ്യാന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഉറുപ്പ്യാന്ന് പറഞ്ഞാൽ എന്ത്? ഇവിടെ നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്? ഇവിടെ ഡോക്ടർമാർ പനിക്ക് വേണ്ടിയിട്ട് പാരസെറ്റാമോൾ എഴുതും, 2 ഉറുപ്പ്യ 50 പൈസ. അത് വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടിലെ ഡോക്ടർമാർക്ക് 50 പൈസയാണ് കമ്മീഷൻ. 50 പൈസ ഡോക്ടർമാർക്ക് 50 പൈസ വാങ്ങുന്നത് എനിക്ക് എന്താ 1 ഉറുപ്പ്യ വാങ്ങിക്കൂടെ ലഡുവിന്റെ ബോളിൽ? അല്ല അത് നേരാ, ഞാൻ തരാം. ആണല്ലോ. ഓക്കെ, അപ്പോൾ പിള്ളേ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കച്ചവടം കൂട്ടി തന്നായി കടയിൽ. ഇപ്പം നിങ്ങൾ കച്ചവടം കൂട്ടണം. അതാ നിങ്ങളെ പ്രശ്നം. അതെ, മനസ്സിലായി? പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങളെ കടയിൽ കച്ചവടം കൂട്ടണം, അത്രയല്ലേ ഉള്ളൂ. അതിലുള്ള പണി ഞാൻ എടുത്തോളാം. ധൈര്യമായിട്ട് ഇരുന്നോളി, എന്തിനാ പേടിക്കുന്നത്? നിങ്ങളെന്താ മീൻ മുറിക്കുന്നിടത്തിൽ പൂച്ച വന്ന് തിരിക്കാൻ കുത്തിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് നോക്കണ്ട, ഞാൻ എൻ്റെ പണി എടുത്തോട്ടെ. പ്രകാശ് കിടക്കട്ടെ. സീമ, ഓക്കെ, രമ്യ, പ്രഭിജ. നിങ്ങളിനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. നിങ്ങൾ അടിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് മുഴുവനാക്കിയാളി, അത് മുഴുവനാക്കിയിട്ട് നിങ്ങൾ പോയിക്കോളൂ. ഈ സാധനം ബാക്കി ഞാൻ അടിച്ചോളൂ. എനിക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ മൊബൈലിൽ. പറഞ്ഞ പോലെ ഇത് ഓക്കെയാണ്. പപ്പുള്ള പറഞ്ഞാൽ ഓക്കെന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. നിങ്ങളെ പീടിയിലെ നാടൻ മുതൽ കച്ചവടം കൂടിക്കോളൂ. ഇത്ര പോരല്ലേ സാധനം? സാധനം റെഡിയാക്കാൻ 450 ഉറുപ്പ്യൻ്റെ സാധനം കൊണ്ടുപോയിട്ട് പിന്നെ എന്നാ വിട്ടോ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി. എന്തോരാട്ടൊക്കെ ഒരു വെക്ക് അടിച്ചുമ്പോഴത്തേ തരിപ്പോ. അപ്പൊ അത് ശരി, ഇനി മൂപ്പർക്ക് കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എടുത്താ അതൊക്കെ പോട്ടെ. ഇനി എന്താ ചെയ്ത് പറയും? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. അതായത് ഞാൻ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, പ്രകാശം ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. 101ാമത്തെ. കാരണം എന്താ പറഞ്ഞാൽ ഇനി 100 ഗ്രൂപ്പ് വേറെ ഉണ്ടല്ലോ, കുറെ പെണ്ണുങ്ങളും കുട്ടികളെല്ലാം ആയിട്ടില്ല. അല്ല, ഇതിന് ഫുള്ള് പെണ്ണുങ്ങളെ ഞാൻ ആഡ് ചെയ്തത്. ഓ, അതങ്ങനെ വരൂ. ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറേ പെണ്ണുങ്ങളൊക്കെ ആഡ് ചെയ്തല്ലോ. ആഡ് ചെയ്തിട്ട് അതിൽ ഞാൻ എഴുതി വിട്ട്, അതായത് നമുക്ക് ഏറ്റവും ദേഷ്യമുള്ള ആളുകൾക്ക്, ഏറ്റവും ദേഷ്യം ഉള്ള ആളുകൾക്ക് നമ്മൾ ഒരാഴ്ച നിർത്താതെ നമ്മൾ മധുരം കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഷുഗർ വന്ന് ചത്തു. അതല്ല, ഇങ്ങനെ മധുരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സമ്പൽ സമൃദ്ധിയായിരിക്കും. ആ മധുരം കഴിക്കുന്ന ഒരാഴ്ച നശിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ അങ്ങ് എഴുതി വിട്ടുകൊടുത്ത് പോരാത്തതിന് ഇനിയിപ്പോൾ രമണിയച്ചാന്ന് ഇത് കഴിച്ച് വിചാരിക്കുക. രമണിയച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ രമണിയച്ച് എത്ര പ്രാവശ്യം കഴിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 100 പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കഴിച്ചു, ഞാൻ ഇത്ര കഴിച്ചു, ഞാൻ ഇത്ര കഴിച്ചു, ഇങ്ങനെ കഴിച്ചു എന്നുള്ള ബുക്കിൽ എഴുതിക്കാൻ പറഞ്ഞു. നല്ല പദ്ധതിയും ഇത് നാട്ടുകാർ മുഴുവൻ വിശ്വസിക്കുകയും ചെയ്യും. കാരണം ഇവിടുത്തെ പെണ്ണുങ്ങൾക്കല്ല എന്തെങ്കിലും ഒന്ന് കിട്ടി ലക്കി ബമ്പർ ആയാൽ മതിയല്ലോ. അല്ല, പെണ്ണുങ്ങളെ ഞാൻ ആഡ് ചെയ്തുള്ളൂ, ഞാൻ നിങ്ങളൊന്നും ആഡ് ചെയ്തില്ലല്ലോ. പക്ഷെ ഇങ്ങെന്തിനാണ് കഷ്ടപ്പെട്ട് ഇന്റെ കാല് പിടിച്ച് വന്ന് ഇന്നെ കൊണ്ട് മധുരം തിരിച്ച് ഓനെ കൊണ്ട് തിരിച്ച് ഇപ്പൊ നാട്ടിലേറെ ആൾക്കാർ നിന്നുകൊണ്ടാക്കി ഉറപ്പാ. അതെന്തിനാ? അല്ല, ഈ സമ്പൽ സമൃദ്ധി ഓൽക്ക് മാത്രമല്ല, കിട്ടാഞ്ഞെങ്കിൽ കുറച്ച് എനിക്കും കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാ. എന്റെ തല തന്നെയല്ലേ ഇത്, മാറ്റമൊന്നുമില്ലല്ലോ. ഞാൻ ചില സമയത്ത് കാഞ്ഞ ബുദ്ധിയൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് നീ ഏതോ ജീനിയസ് ആണ്, അറിയാണ്ട് ഈ നാട്ടിൽ ജനിച്ചു പോയത്. പക്ഷെ ഇതുപോലുള്ള മരമണ്ടത്തരം ചില സമയത്ത് എഴുന്നള്ളിക്കുമ്പോൾ അയ്യൊരൊറ്റ ഗോള് മതി ഇനി ഇപ്പുറത്ത് വൻ പരാജിതനാകാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ പടർന്ന് പിടിക്കും. പ്രത്യേകിച്ച് നമ്മളെ പെൺപാടേൻ്റെ അടുത്താണല്ലോ ഇതുള്ളത്. എല്ലാവരും കൂടി എടാ ഒരുമിച്ചിരിക്കുന്ന അന്വേഷിച്ച് നമുക്ക് ആ ബേക്കറിക്കാരനെ കൂട്ടി ഇപ്പം പോകണം, ഇല്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകും. നടന്നോട് വാ. ഞാനൊന്നും സെറ്റാക്കി വന്നാ കഴിക്ക് പ്രഭിച്ച പറയുന്നൊന്ന് കേക്ക് പ്രഭിച്ച. എന്റെ കേക്ക് തന്നോ? ഓ, എന്റെ കേക്കും വേണ്ട, ഈ ലഡും വേണ്ട, അങ്ങോട്ട് കൊണ്ടുപോ.
കൊടുക്കുക അങ്ങോട്ട് ഓള് കഴിക്കുന്നില്ല. കഴിക്ക് പ്രവിജ കഴിക്ക്. സീമ ഓളെ തന്നിട്ടില്ലേ? ഞാൻ തലോടെ കണ്ട തലയിലിട്ടു. വേണ്ടാന്ന് പറഞ്ഞില്ല നിങ്ങളോട്. ഇതൊന്ന് ടേസ്റ്റ് ലഡു ഇല്ല വേളെ. ഞാൻ അല്ലാണ്ട് വിഷമൊന്നും അല്ലല്ലോ തരുന്നത്. എന്തിനാണ് ഇതിപ്പോ നിങ്ങൾ തീറ്റിക്കുന്നേ? ആഹാ, നല്ല മധുര പ്രതികാര പലഹാര വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ ജോണിക്കുട്ടി എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരൂ. ഈ കൊറേ നേരം ഇവർ ഇതും കൊണ്ട് ഇന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നേ. ഇതെന്താ ഇത് ലഡുവോ? ഒന്ന് തിന്നാൻ പറയൂ, ഒന്ന് തിന്നാൻ പറ. തിന്നാൻ പറ, ഞാൻ തിന്നട്ടെ. അല്ല അത് വേണ്ട. അതൊന്നും ഒരു പ്രശ്നമില്ലപ്പാ. എന്റെ അടുത്തുള്ള കേക്കോ? ധൈര്യമായിട്ട് നിന്നോ, ധൈര്യമായിട്ട് ഇനി തിന്നോന്ന്. സന്തോഷായില്ല, നല്ലൊരു സന്തോഷായില്ല. സന്തോഷമായല്ലോ, നമുക്കും സന്തോഷമായി ഇവർക്കും. നീ വിചാരിക്കുന്നത് ഇവരെന്നോട് സ്നേഹം കൂടിയിട്ട് മധുര പലഹാരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്? അതൊന്നല്ല സംഗതി. ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒരാൾക്ക് ഒരാഴ്ചത്തോളം ഈ മധുരം ഇങ്ങനെ കൊണ്ടു കൊടുത്താൽ ഓല് നശിച്ച് പണ്ടാറങ്ങിപ്പോയി ഇവരിങ്ങനെ ധനം കുമിഞ്ഞു കൂടുന്ന വലിയ ധനികരായി മാറുകയും ചെയ്യുന്നു ആരോ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഒരു സത്യമുണ്ട്, ധനം ഇങ്ങനെ കുമിഞ്ഞു കൂടും, ഇവർക്കാർക്കും അല്ല. മൂപ്പരൊക്കെണ്ടോ? അതാണ് അശോക ഹോട്ടലിന്റെ മുതലാളി. ഹോട്ടലല്ല, ബേക്കറി. ഇടക്ക് അങ്ങനത്തെ തെറ്റൊക്കെ പറ്റിപ്പോലെ ആടെ സൈഡിൽ ചായ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഏതായാലും ആ ബേക്കറി ഉഷാറായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊന്നല്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കുടുംബത്തിന് അല്ലാണ്ട് ഞങ്ങൾ ഇത് ചെയ്താൽ ഏതോ ഒരു ബേക്കറിക്കാരനല്ലേ സന്തോഷം കിട്ടുക. എന്തൊക്കെയാ പറയുന്നത്? അതിന്റെ ഐഡിയ മൂപ്പരതാണ്. ഈ തലയിലാണല്ലോ ഇങ്ങനത്തെ ഒക്കെ ഉദിക്കുക. ചോദിച്ചു തെളിച്ച് പറ. അല്ല, അതായത് നമ്മുടെ മൊബൈലില് ഒക്കെ സംഭവം വരികയല്ലേ, ഇങ്ങനത്തെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാല് 100 ആൾക്കാരുടെ അടുത്തേക്ക് തട്ടി വിട്ട് കഴിഞ്ഞാല് നമുക്ക് കുടുംബത്തിന് ആക്സിഡന്റ് ഉണ്ടാവും. അയ്യോ, ഞങ്ങളിങ്ങനെ തീരുന്ന ആൾക്കാരാണോ? എന്റെ 6 പേനല്ലേ തീർന്നു. എന്റെ എത്ര നോട്ട് ബുക്ക്? 5 നോട്ട് ബുക്ക്. ഞാളിപ്പോ ഇതന്നെ മെനക്കെട്ട് എന്തിനാ? അങ്ങനെയുള്ള ഒരു പ്രമോഷനാണ് ഇത്. മനസ്സിലായില്ലേ? പ്രമേശൻ എന്നാണ് ഓൻ പറഞ്ഞതെങ്കിലും ഓൺലൈൻ പ്രൊമോഷൻ. അതായത് ഇയാളെ ബേക്കറിയിൽ ഒരു കച്ചവടം ഇല്ലാണ്ട് ഈച്ചനാട്ടി കുത്തിരിക്കുന്നു. അപ്പം മഹാനവർകളുടെ തലയിലാണല്ലോ ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഉദിക്കുക. പോയൊരു തന്ത്രം പറഞ്ഞു കൊടുത്തതാ. ഞാൻ ഇതേപോലെ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാം. എങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് കൊണ്ടുവച്ച് ലഡു ഒരാഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും മധുര പലഹാരമൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവച്ച് തീറ്റിച്ചാൽ എന്തുണ്ടാവും? നിങ്ങൾക്ക് ഇങ്ങനെ ധനം കുമിഞ്ഞു കൂടുന്നു. അപ്പൊ നമ്മളെ പ്രദേശത്ത് ആകെ ഒരു ബേക്കറിയിലുള്ളൂ. എന്തായാലും നിങ്ങൾ അവിടെ നിന്ന് വാങ്ങുന്നുള്ളൂ. ഈ ഇവനക്കറിയാലോ, ഞാൻ റൈറ്റപ്പ് ഉണ്ടാക്കി അതിന്റെ ഓൺലൈൻ പ്രൊമോഷൻ ചെയ്യുന്നത്. മറ്റേ ആ പ്രകാശം ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ഇവ മനഃപൂർവ്വം ബേക്കറിക്ക് കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാന്നോ? എടാ പപ്പു പിള്ളേ, അല്ല അത് ഇതൊന്ന് പീഡിക്കേ. നീ എന്തിനാ അതൊക്കെ ചെയ്തത്? ഒരു പാവം മനുഷ്യനല്ല, അയാൾ ജീവിച്ചു പോയിക്കോട്ടെ. നിങ്ങൾക്ക് തിന്നുകയും ചെയ്യാം, ഇവർക്ക് പൈസ കിട്ടും. കുഴപ്പമില്ല, ഇതൊരു ഓൺലൈൻ പ്രൊമോഷൻ ആയിരുന്നല്ലേ? പിന്നെ ഇവ നേരത്തെ നമ്മളോട് പറയണ്ടേ? ഇരിക്കട്ടെ, ഒരു ഓൺലൈൻ പ്രൊമോഷൻ. അടിപൊളി കേട്ടോ. ഇനി ഈ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവൻ കാരണം. ഞാൻ എൻ്റെ ജീവിതകാലത്ത് അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആയത് പരമാത്മാവ് പുറത്തരളി എന്നോട് മാപ്പാക്കി തരണമേ. കഴിഞ്ഞ മാസം ഞാൻ തേങ്ങ പറിക്കാൻ വന്നപ്പോൾ 12 തേങ്ങ മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളൂ. 13 തേങ്ങ ഞാൻ മുണുങ്ങിയതാണ്. ഇതങ്ങോട്ട് മുണുങ്ങിക്കളാ, മാപ്പാക്കി തരണം. വാ തുറക്കൂ തുറക്കൂ തുറക്കൂ. ഇംഗ്ലീഷ് ഫിലിമിലെ പ്രതിമേൻ്റായിരുന്നു കാരണം തുറക്ക് പോയി. മാപ്പാക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. തേങ്ങയുടെ അളവുകളൊക്കെ ഞാൻ ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല മക്കളെ. ഇത് തുടർക്കഥ പോലെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടെ